ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ടുള്ള ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് ബിസിനസ് ഫേംസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ മേജർ റീസൺസ് എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ് ആണ്. ഏതെല്ലാം തരത്തിൽ ഒരു ഫേമിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. സോ ഒരു ഫേമിന് ഏത് വിധത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാം. അതായത് നമ്മുടെ ഹോം മാർക്കറ്റിൽ സാധനം ഉണ്ടായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ വിൽക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വിദേശ രാജ്യത്ത് പോയി അവിടെ നമ്മുടെ മാനുഫാക്ചറിങ് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിതരണം ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് നമുക്ക് എക്സ്പോർട്ടിങ് ചെയ്യാം. ഏറ്റവും എക്സ്ട്രീമിലുള്ളത് നമുക്ക് എന്താണ്, അവിടെ പോയിട്ട് നമ്മുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾക്ക് സെയിൽ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഇടയിലും നമ്മൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ അത്തരം സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ചില കമ്പനികൾ ചെയ്യുന്നത് ചില രാജ്യങ്ങളിലോട്ട് എൻ്റർ ചെയ്യാൻ ഒരു സ്ട്രാറ്റജിയും മറ്റ് രാജ്യങ്ങളിലോട്ട് മറ്റ് സ്ട്രാറ്റജീസൊക്കെയാണ് ചില കമ്പനികൾ എന്ത് ചെയ്യുന്നത്, ചില ഫേംസ് യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാ സ്ട്രാറ്റജീസും എല്ലാ രാജ്യങ്ങളിലോട്ടും പറ്റിക്കൊള്ളണമെന്നില്ല. സോ ഓരോ രാജ്യത്തും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. സോ ഒരു 8 ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യാൻ കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്ന മേജറായിട്ടുള്ള 8 ബിസിനസ് എൻറ്റർ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലൈസൻസിങ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസിങ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഹോളി ഓൺഡ് സബ്സിഡറി, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചർ, സിക്സ്ത് വൺ എന്ന് പറയുന്നത് FDI, സെവൻത്ത് വൺ എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് എയ്ത്ത് വൺ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അലയൻസ്. സോ ഈ 8 കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് തന്നെയാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ഈ സ്ട്രാറ്റജീസിൽ വരുന്നത്. സോ ഫസ്റ്റ് ബിസിനസ് എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു എൻട്രി സ്ട്രാറ്റജിയാണ്. എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും, ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഏതെങ്കിലും ഒരു മാർക്കറ്റിലോട്ട് ഈ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നുണ്ട്. സോ ഈ എക്സ്പോർട്ടിങ്ങിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി അവരുടെ ഹോം കൺട്രിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നടത്തും. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, മറ്റു രാജ്യങ്ങളിലോട്ട്, മറ്റ് മാർക്കറ്റുകളിലോട്ട് എന്ത് ചെയ്യും, നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ വേറൊരു കാര്യവും ചെയ്യുന്നില്ല, നമ്മളവിടെ പ്രൊഡക്ഷനോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ കയറ്റി അയക്കും. സോ അതാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നോർമലി അവരുടെ ഹോം കൺട്രിയിൽ മാർക്കറ്റ് ചെയ്യുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ആ കമ്പനി എന്ത് ചെയ്യുന്നത്, ഫോറിൻ മാർക്കറ്റുകളിലോട്ടും എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബിസിനസ് എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതാണ്, എക്സ്പോർട്ടിംഗ് ആണ്. എക്സ്പോർട്ടിംഗ് എപ്പോഴാണ് ശരിയാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ഫോറിൻ മാർക്കറ്റിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഹോം മാർക്കറ്റിനേക്കാൾ കൂടുതലാണ് ഫോറിൻ മാർക്കറ്റിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഇപ്പോൾ എനിക്ക് ഇന്ത്യയിൽ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ചിലവ് വരുന്ന 50 രൂപയാണ്. എനിക്കത് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യണം. അമേരിക്കയിൽ ആ സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 60 രൂപ ചിലവ് വരും. സ്വാഭാവികമായിട്ടും എന്താണ്, അല്ലെങ്കിൽ ഒരു 100 രൂപ അവിടെ ചിലവ് വരും. സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കൂടുതലാണ്. അപ്പം എനിക്ക് ലാഭം എന്താണ്, ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, എക്സ്പോർട്ട് ചെയ്താൽ മതി. സോ അതാണ് ഫസ്റ്റ് സർക്കംസ്റ്റാൻസ്, സാഹചര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ഫോറിൻ മാർക്കറ്റ് നമ്മൾക്ക് ഒരു ലോങ് പീരീഡിലോട്ട് അവൈലബിൾ ആവുമെന്ന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്ക് അമേരിക്കയിലാണുള്ള സാധനം വിൽക്കാണ്ട്, എനിക്ക് അവിടെ ഒരുപാട് കാലം ആ മാർക്കറ്റ് എനിക്ക് അവൈലബിൾ ആവുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ 3 മാസം കൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറാം.
അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി അവിടെ ഫാക്ടറി ഒക്കെ ഉണ്ടാക്കിയാണ്ട് സെയിൽ നടത്തുന്നത് എനിക്ക് വൻ നഷ്ടമായിരിക്കും. കാരണം 3 മാസം കൊണ്ട് അത് ഔട്ട്ഡേറ്റഡ് ആയി, അല്ലെങ്കിൽ എനിക്ക് ആ മാർക്കറ്റ് പിന്നെ കിട്ടുന്നില്ല, പിന്നെ ആ പൈസ ഫുള്ള് വെറുതെ ആവുമല്ലോ. ആ സമയത്ത് നമുക്ക് എന്താണ്, എക്സ്പോർട്ടിംഗ് ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത്, ഫോറിൻ കൺട്രിയിൽ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും റിസ്ക്, എനിക്ക് ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എൻവിയോൺമെന്റൽ റിസ്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോറിൻ കൺട്രിയിലെ ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യുന്നില്ല. അവർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന അവർക്ക് താല്പര്യമില്ല, അവരതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നല്ല ടാക്സോ അല്ലെങ്കിൽ നല്ല ബാരിയേഴ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരം സാഹചര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അതാണ്, എക്സ്പോർട്ടിംഗ് ആണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത്, നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ എന്തുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണ്, കുറച്ച് കൂടുതലാണ്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്ര പ്രൊഡക്ട്സ് നമുക്ക് നമ്മുടെ ഹോം മാർക്കറ്റിൽ വിൽക്കാൻ കഴിയില്ല. സോ കുറച്ച് കപ്പാസിറ്റി, നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണ്, കുറച്ച് കൂടുതലാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ വിദേശ രാജ്യത്ത് ഒരു പുതിയ മാനുഫാക്ചറിങ് സെറ്റപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ ചെലവ് കുറവാണ് നമ്മുടെ ഹോം മാർക്കറ്റിലുള്ള നിലവിലുള്ള നമ്മുടെ ഫെസിലിറ്റി എന്ത് ചെയ്യുന്നതിന്, എക്സ്പാൻഡ് ചെയ്യുന്നതിന്. നമ്മൾ വിചാരിച്ച അത്ര പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ പുതിയ രാജ്യത്ത് പോയിട്ട് ഈ സെറ്റപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ വില ചീപ്പറാണ് എന്നുണ്ടെങ്കിൽ, അത്തരം സാഹചര്യങ്ങളും നമ്മൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതാണ്, എക്സ്പോർട്ടിംഗ് ആണ്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എന്താണ്, എക്സ്പോർട്ടിങ് കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കൺസേൺ, നമ്മുടെ ഹോം മാർക്കറ്റിലുള്ള നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടിങ്ങിനെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നമുക്ക് ടാക്സ് ഇളവുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോഴും നമ്മൾക്ക് എന്താണ് നല്ലത്, എക്സ്പോർട്ടിംഗ് ആണ് നമുക്കെന്ത് നല്ലത് എന്ന് പറയുന്നു. ഇനി ഫോറിൻ മാർക്കറ്റ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് കിട്ടുന്നതിൽ പ്രശ്നമുണ്ട്, ലേബേഴ്സിന് കിട്ടുന്നതിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങോട്ട് യാത്ര ചെയ്യാനും മറ്റതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, എക്സ്പോർട്ടിംഗ് ആണ് ഏറ്റവും നല്ല ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന എക്സ്പോർട്ടിങ് നമുക്ക് 2 തരത്തിൽ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ടിംഗ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് എന്നുള്ളത്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫേം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തോട്ട് കയറ്റുമതി ചെയ്യാണല്ലോ. സോ ആ രാജ്യത്ത്, ആ ഫോറിൻ കൺട്രിയിൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം, സെല്ല് ചെയ്യണം, വിൽക്കണം. അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടുന്ന് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത്തരം എക്സ്പോർട്ടിങ്ങിനെ നമ്മൾ എന്ത് എന്ന് പറയും, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് എന്ന് പറയും. അതായത് നമ്മൾ ആ മാർക്കറ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ രാജ്യത്തുള്ള ഒരു മിഡിൽമാൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ രാജ്യത്ത് മാർക്കറ്റിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അതായത് ആ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് എങ്ങനെയാണ്, അവിടെയുള്ള ആ രാജ്യത്തുള്ള ഒരു മിഡിൽമാൻ വഴിയാണ്. എനിക്ക് അമേരിക്കയിലോട്ട് വിൽക്കണം, ഞാൻ എന്ത് ചെയ്തു, അമേരിക്കയിലുള്ള ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ഞാൻ ഇവിടുന്ന് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യും, അയാളിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കും. സോ ആ ടൈപ്പ് ഓഫ് എക്സ്പോർട്ടിങ്ങിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ടൈപ്പ് ഓഫ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ്. അതെന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അവിടുത്തെ പ്രൊഡക്റ്റ് വിൽക്കുന്ന കാര്യങ്ങളെ മറ്റൊരു ഏജൻസി ഒന്നും ഏൽപ്പിക്കാതെ ആ സെയിം മാനുഫാക്ചർ തന്നെ ആ കാര്യം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും ഒക്കെ ആ സെയിം സ്ഥാപനം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് എക്സ്പോർട്ടിങ് എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയും. നമ്മുടെ ഹോം ബേസിലുള്ള, നമ്മുടെ സ്വദേശത്തുള്ള, അതായത് നമ്മുടെ ഹോം കൺട്രിയിലുള്ള എക്സ്പോർട്ട് ഡിപ്പാർട്ട്മെന്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരിക്കും ഈ സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചുമതലപ്പെടുത്തുക. അതായത് ആ പ്രൊഡക്റ്റ് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമതലപ്പെടുത്തുന്നത് ഒന്നെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയിലെ തന്നെയുള്ള നമ്മുടെ എക്സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ ആയിരിക്കും ആ സ്ഥാപനം എന്ത് ചെയ്യുന്നത്, ചുമതലപ്പെടുത്തുന്നത്.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പോർട്ടിംഗ് ഫേം എന്ത് ചെയ്യും, അവിടെ ആ രാജ്യത്ത് നമ്മുടെ ഫോറിൻ കൺട്രിയിൽ നമ്മുടെ സെയിൽസ് സബ്സിഡറീസിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും അല്ലെങ്കിൽ ഉണ്ടാക്കും. സെയിൽസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സബ്സിഡറീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കും. ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന എക്സ്പോർട്ടിങ് ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം തരുന്നത്. കാരണം നമ്മൾ അതിൽ വേറെ മിഡിൽ മാൻസ് ഒന്നും ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ള ഏതാണ്, ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ്. റിസ്ക് കൂടുതലുണ്ട്. സ്വാഭാവികമായിട്ടും റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് റിട്ടേണും എന്താണ് കൂടുതൽ ആണ്. സോ ഇതാണ് നമ്മുടെ എൻട്രി സ്ട്രാറ്റജിയിലെ, ബിസിനസ് എൻട്രി സ്ട്രാറ്റജിയിലെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ്. ഇനി സെക്കൻഡ് വൺ ഏതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ലൈസൻസിങ് ആണ്. ലൈസൻസിങ് നമ്മുടെ പ്രൊഡക്റ്റ്, ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റ് ഒരു ഫോറിൻ കൺട്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ മാർക്കറ്റിൽ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്നതിന്, ആ മാനുഫാക്ചറർ മറ്റൊരാൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ലൈസൻസിങ് എന്ന് പറയുന്നത്. സോ ലൈസൻസിങ്ങിൽ പ്രധാനമായിട്ടും രണ്ട് പാർട്ടീസ് ആണുള്ളത്, ലൈസൻസറും ലൈസൻസിയും. ലൈസൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ ഉടമസ്ഥരുണ്ടല്ലോ, അതായത് യഥാർത്ഥ മാനുഫാക്ചർ, അവരെയാണ് നമ്മൾ ലൈസൻസർ എന്ന് പറയുക. ആരെയാണോ നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കാണോ ലൈസൻസ് കൊടുക്കുന്നത് അവരെയാണ് ലൈസൻസി എന്ന് പറയുന്നത്. ലൈസൻസ് കൊടുക്കുന്ന ആള് നമ്മൾ ലൈസൻസർ എന്നും ആ ലൈസൻസ് ഏറ്റുവാങ്ങുന്ന ആള് നമ്മൾ ലൈസൻസി എന്നും നമ്മൾ എന്ത് ചെയ്യും, പറയും. സോ സംഭവം ഒന്നുമില്ല. അപ്പൊ എനിക്ക് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അല്ലേ വേണ്ട, നമ്മൾ ഉള്ളൊരു പ്രൊഡക്റ്റിനെ, ആപ്പിളിനെ കുറിച്ച് പറയാം. ആപ്പിൾ കമ്പനി, ആപ്പിളിന്റെ പ്രൊഡ്യൂസേഴ്സ് ആപ്പിളാണ്. അവർ എനിക്ക് എന്തരാണ്, എനിക്ക് ലൈസൻസ് തരാണ്. എന്തിനു വേണ്ടിയിട്ട്, എനിക്ക് എന്ത് ചെയ്യുക, ഇന്ത്യയിൽ ആപ്പിളിന്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് ഇന്ത്യയിൽ വിൽക്കാം. ആപ്പിൾ ഡയറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അവർ എനിക്ക് ലൈസൻസ് തന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വിൽക്കുന്നു. സോ ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ലൈസൻസിങ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ലൈസൻസിങ് എന്ന് ഈ ഒരു സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആപ്പിൾ എനിക്ക് ലൈസൻസ് തരുന്ന സമയത്ത് ഞാൻ ആപ്പിളിന് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ആപ്പിളിന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാ ലൈസൻസ് വന്ന. സോ ആപ്പിളിന് എന്തില്ല, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല, പൈസ കിട്ടിയിക്കുക, വരുമാനമുള്ളത്. ആപ്പിളിന് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, പക്ഷെ ആപ്പിളിന്റെ പ്രസൻസ് എന്ത് ചെയ്യും, ഇന്ത്യയിലും എത്തി. നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ എല്ലാ രാജ്യങ്ങളിലും എന്ത് ചെയ്യാൻ കഴിയും, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സാധിക്കും. സോ നമ്മൾ ഈ ലൈസൻസി ഉണ്ടല്ലോ, അതായത് ആ സംഭവം ലൈസൻസ് ഏറ്റുവാങ്ങുന്ന ആള്, അയാൾക്ക് എന്ത് ചെയ്യുക, ആ ലൈസൻസിൽ പറഞ്ഞിട്ടുള്ള, ലൈസൻസിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെർട്ടൈൻ ജോഗ്രഫിക് റീജിയണിലൊക്കെ എന്ത് ചെയ്യുക, ആ കമ്പനിയുടെ ട്രേഡ് മാർക്കും ബ്രാൻഡ് നെയിമും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. എനിക്കിപ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യമാണ് ആപ്പിൾ വന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യ മുഴുവൻ ആപ്പിളിന്റെ ട്രേഡ് മാർക്ക്, ബ്രാൻഡ്, അവരുടെ ഗുഡ് വില്ല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എനിക്ക് എന്ത് ചെയ്യുക, ബിസിനസ് ചെയ്യുക. സോ അതാണ് രണ്ടാമത്തെ എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ലൈസൻസിങ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വലിയ ഇതായിട്ടൊന്നുമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. തേർഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്, ഫ്രാഞ്ചൈസിങ് ആണ്. ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ സെയിം സംഭവം തന്നെയാണ്. ലൈസൻസിങ്ങിന്റെ കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ഫോമാണ് എന്ത് എന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഇതിലും രണ്ട് പാർട്ടീസ് ആണുള്ളത്, ഫ്രാഞ്ചൈസറും അതേപോലെ തന്നെ ഫ്രാഞ്ചൈസിയും. ലൈസൻസർ, ലൈസൻസി, ഫ്രാഞ്ചൈസർ, ഫ്രാഞ്ചൈസി, സെയിം സംഭവം തന്നെ. സോ ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് കമ്പനി എന്ത് ചെയ്യാണ്, മറ്റൊരു ഇൻഡിപെൻഡന്റ് കമ്പനിക്ക് ഈ പാരന്റ് കമ്പനി പറയുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ്. അതായത് പാരന്റ് കമ്പനി, അതായത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥര്, ഒരു ഫോറിൻ കമ്പനിക്ക് ആരാണോ അത് ഏറ്റുവാങ്ങുന്നത് ആ ആൾക്കാർക്ക് പാരന്റ് കമ്പനി പറയുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. രണ്ട് പാർട്ടീസ് ഉണ്ട്, ഫ്രാഞ്ചൈസറും അതേപോലെ തന്നെ ഫ്രാഞ്ചൈസിയും. ഫ്രാഞ്ചൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ആ പാരന്റ് കമ്പനി, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരാണ് ആരെന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസർ എന്ന് പറയുന്നത്. നമ്മൾ ലൈസൻസർ എന്ന് പറഞ്ഞല്ലോ, സെയിം സംഭവം തന്നെ. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോറിൻ കമ്പനി, ആ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. സോ ഈ ഒരു അറേഞ്ച്മെന്റിൽ, അതായത് ഈ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നതിൽ ഫ്രാഞ്ചൈസർ ആണ് ടോട്ടൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ഫ്രാഞ്ചൈസിക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. അതായത് പാരന്റ് കമ്പനി എന്ത് ചെയ്യും, ടോട്ടൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം, ബ്രാൻഡ് നെയിം, ലോഗോ, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മാനുഫാക്ചർ ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കും, പാരന്റ് കമ്പനി പറഞ്ഞു കൊടുക്കും. ആ ഫോറിൻ കമ്പനി ഉണ്ടല്ലോ, ഫ്രാഞ്ചൈസി, അവര് പാരന്റ് കമ്പനി പറയുന്ന പോലെ പ്രവർത്തിച്ചാൽ മാത്രം എന്ത് ചെയ്താൽ മതി.
ഒരു റെഗുലർ ലൈസൻസിങ് എഗ്രിമെന്റിനേക്കാൾ കുറച്ചുകൂടെ എന്താണ് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളതാണ് ഇത് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. കാരണം ലൈസൻസിങ്ങിൽ നമ്മൾ പറയുന്നത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, വിൽക്കാം, എങ്ങനെയും വിൽക്കാം. ആപ്പിൾ എനിക്കിപ്പോൾ ലൈസൻസിങ് തന്നത് കൂട്ടിക്കോളി, എനിക്ക് ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ വിൽക്കാം. അതായത് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് മാർക്കറ്റിംഗ് നടത്ത കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ വിൽക്കാം. പക്ഷെ ആപ്പിൾ എനിക്ക് ഫ്രാഞ്ചൈസി ആണ് തന്നത് എന്നുണ്ടെങ്കിൽ ആപ്പിൾ പറയും ഓഫീസ് ഇങ്ങനെ ആയിരിക്കണം, പ്രൊഡക്റ്റുകൾ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഇന്ന രീതിയിലുള്ള എംപ്ലോയീസ് വേണം, എംപ്ലോയീസിന് ഇന്ന ട്രെയിനിങ് കൊടുക്കണം, എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഷോപ്പിൻ്റെ രീതി ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും മാർക്കറ്റിംഗ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആപ്പിൾ പറയും. ഞാൻ അതേപോലെ പ്രവർത്തിച്ചാൽ മാത്രം എന്ത് ചെയ്താവും മതിയോ. അതാണ് ഏതിൽ വരുന്നത്, ഫ്രാഞ്ചൈസിങ്ങിൽ വരുന്നത്. ഒരുപാട് കമ്പനീസ്, ഇഷ്ടം പോലെ കമ്പനീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്ഡൊണാൾഡ്സ്, ബർഗർ കിങ് മുതലുള്ള അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് കോർപ്പറേഷൻസ്, ബർഗർ കിങ്, മക്ഡൊണാൾഡ്സ്, KFC, ഇവരൊക്കെ ചിക്കിങ്, ഇവരൊക്കെ ചെയ്യുന്ന എന്താ, ഇവർ ഫ്രാഞ്ചൈസിയെ കൊടുക്കുക. ഞാനിപ്പോൾ KFCയുടെ ഫ്രാഞ്ചൈസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രാഞ്ചൈസി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമുള്ള പോലെ വിൽക്കാനൊന്നും കഴിയില്ല. എന്താണോ KFC പറയുന്നത്, അത് നമുക്ക് അറിയാം. KFCയുടെ ഷോപ്പ് പോയാൽ കുറെ റെഡ് കളേഴ്സൊക്കെ ആയിരിക്കും. അതെല്ലാ ഷോപ്പും അങ്ങനെ. ഏകദേശം എല്ലാ ഷോപ്പിലെയും ടേസ്റ്റുകളും സെയിം ആയിരിക്കും. കാരണം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്, എങ്ങനെ നമ്മൾ മിക്സ് ചെയ്യണം, ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യണം, എത്ര ചൂടിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം, ഈ എല്ലാ കാര്യങ്ങളും KFC പറയും. നമ്മൾ അതേപോലെ പ്രവർത്തിച്ചാൽ മാത്രം മതി. അതാണ് ഏതിൽ വരുന്നത്, ഫ്രാഞ്ചൈസിയിൽ വരുന്നത്. ലൈസൻസിങ് അങ്ങനെയല്ല. എനിക്കിപ്പോൾ KFCയുടെ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, KFCയുടെ പ്രൊഡക്റ്റ് എനിക്ക് ഉണ്ടാക്കാം. എനിക്ക് ഇഷ്ടമുള്ള പോലെ അവർ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് അവരുടേത് എങ്ങനെയാണോ അതേപോലെ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഷോപ്പ് ഇടാം, എൻ്റെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യുക, എൻ്റെ ഇഷ്ടത്തിന് വിൽക്കുക. പക്ഷെ ഫ്രാഞ്ചൈസിങ് ആകുമ്പോൾ പറ്റൂല. KFC എന്താണോ പറഞ്ഞത് അതേപോലെ ചെയ്യണം. സോ അതാണ് തേർഡ് എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ്ങും ലൈസൻസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഹോളി ഓൺഡ് സബ്സിഡറിയാണ്. ഹോളി ഓൺഡ് സബ്സിഡറി ആ പേരിൽ തന്നെയുണ്ട്. ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് എൻട്രി മോഡൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി ഫോറിൻ മാർക്കറ്റിൽ മുഴുവനായിട്ടും ഒരു സ്ഥാപനത്തെ ഹോൺ ചെയ്യുക. അതായത് പ്രൊഡക്ഷൻ മുതൽ അൾട്ടിമേറ്റ് സെല്ലിംഗ് വരെ എല്ലാ ബിസിനസ് ഫംഗ്ഷനും നടത്തുന്ന, ഫോറിൻ നാഷണലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കമ്പനി തന്നെ ഏറ്റെടുത്ത് ചെയ്യും. ഞാനിപ്പോൾ അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ അമേരിക്കയിൽ പോയിട്ട് സംഭവം സെറ്റപ്പാക്കി ഫാക്ടറി ഇട്ട്, അല്ലെങ്കിൽ ഒരു ഫാക്ടറി വാങ്ങിച്ച് പ്രൊഡക്ഷൻ നടത്തി, അതിൻ്റെ മാർക്കറ്റിംഗ് നടത്തി, അതിൻ്റെ സെയിൽസ് നടത്തുക, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാം. അതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഒരു ഫോറിൻ നാഷണലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ, ആ കമ്പനി തന്നെ ചെയ്യുന്ന ആ ഒരു എൻട്രി മോഡിനെയാണ് നമ്മൾ ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഹോളി ഓൺഡ് സബ്സിഡറി, മുഴുവനായിട്ടും നമ്മൾ ഓൺ ചെയ്യുന്ന നമ്മുടെ സബ്സിഡറി. ഞാൻ സൗദി അറേബ്യയിൽ പോയിട്ട് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മറ്റൊരു ബ്രാഞ്ച് അവിടെ ഇടുക, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം. ഞാൻ മീൻസ് എൻ്റെ കമ്പനി തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അല്ലാതെ അത് വേറൊരാൾക്ക് നടത്താൻ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നടത്താൻ കൊടുക്കുക, ഫ്രാഞ്ചൈസി അനുവദിക്കുക ഒന്നുമല്ല. എൻ്റെ സ്ഥാപനമാണ്, എൻ്റെ കമ്പനിയുടെ സ്ഥാപനമാണ്, എൻ്റെ കമ്പനി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. സോ അതാണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്, ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു ഫോറിൻ മാർക്കറ്റിൽ ഒരു സബ്സിഡറി സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് സബ്സിഡറി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. രണ്ട് തരത്തിൽ നമുക്ക് ഒരു ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ സബ്സിഡറി എന്ത് ചെയ്യാൻ സാധിക്കും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ആ ഫോറിൻ മാർക്കറ്റിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലോക്കൽ കമ്പനി എന്ത് ചെയ്യുക, അക്വയർ ചെയ്യുക. അവിടെ ഉള്ള ഒരു ലോക്കൽ കമ്പനിയെ വാങ്ങിക്കുക, എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് സെയിൽസും മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഒന്നാമത്തെ രീതി. അല്ല, രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫോറിൻ നാഷണലിൽ നമ്മൾ പോയിട്ട് ഒന്ന് മുതൽ എന്ത് ചെയ്യുക, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് ഫാക്ടറി നമ്മൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്തുക, എന്നിട്ട് മാർക്കറ്റിംഗ്, സെയിൽസ്, ഇങ്ങനെ മുഴുവൻ നമ്മൾ തന്നെ ചെയ്യുക. അത് രണ്ടാമത്തെ വഴി.
അല്ലാന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നിലവിൽ അവിടെ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി നമ്മളോട് വാങ്ങിച്ചു, എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആ കമ്പനിയിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് മാർക്കറ്റിംഗും സെയിൽസ് ഒക്കെ നടത്തി. അത് ഒന്നാമത്തെ രീതി. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് മാർക്കറ്റിംഗും സെയിൽസും ഫുള്ള് കാര്യങ്ങൾ നമ്മൾ തന്നെ ആദ്യം മുതലേ, അതായത് 1 മുതൽ ചെയ്തു തുടങ്ങാറില്ലേ, 1 മുതൽ നമ്മൾ എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കും. ആ രണ്ടാമത് പറഞ്ഞിട്ടല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അവിടെ പോയിട്ട് ചെയ്യുന്ന അത്തരം എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ പറയുന്നത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രീൻഫീൽഡ് വെഞ്ചർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ അത് നമുക്ക് മറ്റൊരു എൻട്രി മോഡായിട്ട് 7th എൻട്രി സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഗ്രീൻഫീൽഡിനെ കുറിച്ച് കുറച്ചും കൂടെ പറയാം. സോ ഇങ്ങനെയുള്ള 2 രീതിയിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഫോറിൻ കൺട്രിയിൽ നമുക്ക് മുഴുവനായിട്ടും ഒരു സബ്സിഡറിയെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് കഴിയുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ പേരിൽ എന്തുണ്ടാവും, ഒരു ടൈറ്റ് കൺട്രോൾ ഉണ്ടാവും. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഫ്രാഞ്ചൈസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടൈറ്റ് കൺട്രോൾ ഒന്നും ഇല്ല, ലൈസൻസിങ് കൊടുക്കുകയാണെങ്കിൽ ടൈറ്റ് കൺട്രോൾ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ സബ്സിഡറി നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് എന്തുണ്ടാവും, നല്ലൊരു ടൈറ്റ് കൺട്രോൾ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ടെക്നോളജീസ് വേറെ ആർക്കും പോകില്ല, നമ്മുടെ ടെക്നോളജീസ് വേറെ ആർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. ഇപ്പോൾ ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ആ ഫ്രാഞ്ചൈസി എടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും, ലൈസൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ സബ്സിഡറി ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാർക്കും എന്ത് ചെയ്യില്ല, നമ്മുടെ ടെക്നോളജി വേറെ ആർക്കും പാസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ അതാണ് 4th ബിസിനസ് എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഹോളി ഓൺഡ് സബ്സിഡറി. ഇനി 5th വൺ എന്ന് പറയുന്നത് ജോയിന്റ് വെഞ്ചറാണ്. ജോയിന്റ് വെഞ്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികമോ ആൾക്കാർ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അതായത് 2 അതിലധികമോ കമ്പനീസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് എന്ന് പറയും, ജോയിന്റ് വെഞ്ചർ എന്ന് പറയും. അതായത് ഈ 2-3 സ്ഥാപനങ്ങൾ, ജോയിന്റ് വെഞ്ചറിലുള്ള സ്ഥാപനങ്ങൾ, അവർ മുഴുവൻ സമയം പാർട്ട്ണർമാരായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഒരു സെപ്പറേറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഇവർ ഒരു സെപ്പറേറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇവരുടെ മാതൃ കമ്പനികൾ, അതായത് അവരുടെ പാരന്റ് കമ്പനീസ് തമ്മിൽ അങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ 2 കമ്പനീസ്, ഞാൻ എൻ്റെ ഒരു കമ്പനിയും റഷീദ് സാറെ കമ്പനിയും, ഞങ്ങൾക്ക് പുതിയൊരു പ്രൊജക്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പാർട്ട്ണർമാരായിട്ട് ഒരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ജോയിന്റ് വെഞ്ചർ. അതവിടെ ഉണ്ട് വിചാരിച്ചിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് റഷീദ് സാറിന്റെ കമ്പനിക്കോ റഷീദ് സാറിന്റെ കമ്പനികൾ പ്രവർത്തനം കൊണ്ട് എനിക്കോ നേട്ടമുണ്ടാവില്ല. ആ ജോയിന്റ് വെഞ്ചറിന് എന്തെങ്കിലും പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 കൊടുക്കുക, അത്രേ ഉള്ളൂ. അതാണ് ജോയിന്റ് വെഞ്ചർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഈ ജോയിന്റ് വെഞ്ചറിൽ അതിലുള്ള പാർട്ടീസ്, അതിൽ വന്നിട്ടുള്ള എല്ലാ പാർട്ടീസും അവർ ഈക്വൽ ആയിട്ടായിരിക്കും പ്രൊജക്റ്റിൽ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് പൈസ ആയാലും ടൈം ആയാലും അതേപോലെ തന്നെ എഫേർട്ട് ആയാലും എല്ലാം അതിലെ പാർട്ട്നേഴ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല സമയത്തും ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത് ജനറലി ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾക്കാണ് ഇങ്ങനെയുള്ള ജോയിന്റ് വെഞ്ചേഴ്സ് എന്ത് ചെയ്യാറുള്ളത്, ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ കമ്പനികൾ അവരുടെ ആക്ടിവിറ്റീസിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറലി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു പുതിയ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ഒരു ഭയങ്കര ഹൈ കോസ്റ്റ് ആയിരിക്കും നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ കോസ്റ്റ് വേണ്ടി വരും. സോ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, 2 അതിലധികമോ പാർട്ടീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ചെറിയ ബേർഡനെ നമുക്ക് വരുള്ളൂ. അതേപോലെ തന്നെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ചെറിയ പ്രോഫിറ്റേ കിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒറ്റയ്ക്ക് ആ പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല കോസ്റ്റും വരും, പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ മുഴുവൻ എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ വേറെ 2-3 കമ്പനീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് പാർട്ട്നേഴ്സ് ആയിട്ടാണ് ഒരു പുതിയ പ്രൊജക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ കോസ്റ്റേ വരുള്ളൂ, അതിനനുസരിച്ചുള്ള പ്രോഫിറ്റേ കിട്ടുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ മോട്ടോർ കോർപ്പറേഷൻ, ഒരു അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനിയാണ് അമേരിക്കൻ മോട്ടോർ കോർപ്പറേഷൻ. അതേപോലെ തന്നെ ഒരു ചൈനീസ് ഓട്ടോമൊബൈൽ കമ്പനിയാണ് ബീജിംഗ് ഓട്ടോമോട്ടീവ് വർക്ക്സ് എന്ന് പറയുന്നത്. സോ ഇവർ 2 അവിടെ ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് എന്തിറക്കിയത്, ഈ ചൈനയിൽ നമ്മുടെ ജീപ്പ് എന്ന് പറയുന്ന ഒരു വാഹനം എന്ത് ചെയ്തത്, ഇറക്കിയത്. ഇവർ മുഴുവൻ സമയ പാർട്ട്നേഴ്സ് ഒന്നുമല്ല, അവർ ഈ വാഹനം ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരെന്തുള്ളത്, അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ജോയിന്റ് വെഞ്ചർ ഉള്ളത്. സോ അതാണ് 5th ബിസിനസ് എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ജോയിന്റ് വെഞ്ചർ. ഇനി 6th വൺ എന്ന് പറയുന്നത് ഏതാണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഒരു കൺട്രി മറ്റൊരു ഒരു കമ്പനി മറ്റൊരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് അവിടെ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് FDI എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കും. അതായത് മെർജേഴ്സ്, അക്വിസിഷൻസ്, ജോയിന്റ് വെഞ്ചേഴ്സ്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധിക്കും. അതായത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ എനിക്ക് അവിടെ പോയിട്ട് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മുഴുവനായിട്ട് നമ്മളൊരു പുതിയ സ്ഥാപനത്തെ അവിടെ തുടങ്ങുന്നതിനാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും അവിടുത്തെ ഒരു കമ്പനിയുമായിട്ട് എന്റെ കമ്പനിയെ മെർജ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്പനിയെ അക്വിസിഷൻ നടത്തിക്കൊണ്ട്, ഇങ്ങനെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, FDI ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. FDIയുടെ കീഴിൽ വരുന്നതാണ് ശരിക്കും നമ്മൾ 4th പോയിന്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഹോളി ഓൺഡ് സബ്സിഡറി, 5th ആയിട്ട് പറഞ്ഞിട്ടുള്ള ജോയിന്റ് വെഞ്ചർ, ഇനി 7th ആയിട്ട് പറയാനുള്ള ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇതെല്ലാം ശരിക്കും FDIയുടെ കീഴിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ്. സോ നമ്മൾക്ക് ഫോറിൻ മാർക്കറ്റിൽ എൻറ്റർ ചെയ്യാനുള്ള 6th സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതാണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി 7th എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മുടെ ഒരു ന്യൂ ബിസിനസിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇതൊരു FDIയുടെ മറ്റൊരു ഫോമാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സംഭവം ഒന്നുമില്ല, നമ്മളൊരു പുതിയ രാജ്യത്ത് പോയിട്ട് ഒന്നിൽ നിന്ന്, അതായത് നമ്മുടെ ഗ്രൗണ്ട് അപ്പിൽ നിന്ന്, ഏറ്റവും ബേസിൽ നിന്ന് നമ്മുടെ എല്ലാ പരിപാടികളും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മാനുഫാക്ചറിങ്ങിന് ഫാക്ടറി വേണം, അവിടെ ഫാക്ടറി നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ വേണം, നമ്മൾ തന്നെ ഉണ്ടാക്കുക. അങ്ങനെ എല്ലാം നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒന്നിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നു. നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നതിന്റെ പുറമെ പല പാരന്റ് കമ്പനീസും ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും, അവിടെ ന്യൂ ലോങ് ടേം ആയിട്ടുള്ള ജോബ്സ്, പുതിയ എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്തുകൊണ്ട് ന്യൂ ലോങ് ടേം ജോബ്സ് എന്ത് ചെയ്യും, ഉണ്ടാക്കും. അതായത് ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ ടെസ്ല എന്ന് പറയുന്ന കമ്പനി അറിയാലോ, അമേരിക്കൻ ഓട്ടോമോട്ടീവ്, അതായത് എലോൺ മസ്കിന്റെ കമ്പനിയാണ്. കൂടുതലായിട്ടും ഇലക്ട്രിക് കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടെസ്ല ഇപ്പോൾ ബാംഗ്ലൂരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ വന്നു, അവർ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ഉണ്ടാക്കി, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റി എല്ലാം അവരുണ്ടാക്കി. എന്നിട്ട് അവിടെ ഒരുപാട് ജോബുകൾ എന്ത് ചെയ്തു, അവർ ക്രിയേറ്റ് ചെയ്തു. പുതിയ എംപ്ലോയീസിനെ എടുത്തുകൊണ്ട് ഒരുപാട് ജോബുകളും ക്രിയേറ്റ് ചെയ്തു. സോ ഇതാണ് മേജർ ആയിട്ടുള്ള കമ്പനികളെല്ലാം ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് ഇങ്ങനെയുള്ള കമ്പനികൾക്ക്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കമ്പനികൾക്ക് ഒരുപാട് ടാക്സ് ബ്രേക്കും സബ്സിഡറീസും അതേപോലെ തന്നെ മറ്റ് ഇൻസെന്റീവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തങ്ങളുടെ രാജ്യത്ത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. അതായത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ടെസ്ല ഇന്ത്യയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഗൂഗിൾ ഇന്ത്യയിൽ വരുമ്പോൾ, ആപ്പിൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യക്കാർക്ക് ഒരേ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഇതെല്ലാം കയറ്റുമതി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും, മാക്സിമം ഇവരെന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. സോ അതാണ് 7th എൻട്രി മോഡ് എന്ന് പറയുന്നത്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് പറഞ്ഞത് ഓർമ്മയില്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്ന ആര് തന്നെയാണ്, ആ കമ്പനി തന്നെയാണ്. അതാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. സോ അതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊന്നാണ് ഏത് എന്ന് പറയുന്നത്, അക്വിസിഷൻ എന്ന് പറയും. സോ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDIയിൽ വരുന്നതാണ്, അക്വിസിഷനും FDIയിൽ വരുന്നതാണ്. സോ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ ഹോളി ഓൺഡ് സബ്സിഡറി 4th പോയിന്റ് ഹോളി ഓൺഡ് സബ്സിഡറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ഒരു വിദേശ രാജ്യത്ത് ഒരു സബ്സിഡറി ഓൺ ചെയ്യാൻ 2 വഴികളാണുള്ളത്. ഒന്നെങ്കിൽ അക്വിസിഷൻ, അല്ല എന്നുണ്ടെങ്കിൽ ഏത്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അക്വിസിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അക്വിസിഷനിൽ വരുന്ന ഏതാണ്, മെർജറോ അല്ല എന്നുണ്ടെങ്കിൽ അക്വിസിഷൻ. മെർജറും അക്വിസിഷൻ എന്നുള്ള പോയിന്റിലാണ് വരുന്നത്. മെർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നിലവിലുള്ള മറ്റൊരു കമ്പനിയുമായിട്ട് കൂടി ചേർന്നിട്ട് ഒരു പുതിയ കമ്പനിയായിട്ട് മാറും. അതാണ് മെർജിങ്. അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ നിലവിലുള്ള ഒരു കമ്പനിയെ ഏറ്റെടുത്തിട്ട് നമ്മുടെ കമ്പനിയിൽ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അതാണ് 2 എന്ന് പറയുന്നത്. സോ അക്വിസിഷൻ എന്ന് പറയുന്നത് ഫോറിൻ കൺട്രിയിലുള്ള ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫേമുമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, അക്വിസിഷൻ എന്ന് പറയുന്നത്. അക്വിസിഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഫോറിൻ ഫേമിന്റെ ക്യാപിറ്റൽ, അതേപോലെ ടെക്നോളജി, അസറ്റ്സ്, ഫേം മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിക്കും.
അതായത് ഇപ്പോൾ ഞാനിപ്പോൾ അമേരിക്കയിൽ പോയി, അവിടെ ഒരു കമ്പനി ഉണ്ട്, അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവരെ ഇന്ത്യ കമ്പനിയിൽ കൂട്ടിച്ചേർത്തു, അവരെ അക്വയർ ചെയ്തു. അതാണ് അക്വിസിഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അമേരിക്കയിൽ പോയിട്ട് അവിടെയുള്ള ഒരു കമ്പനിയുമായിട്ട് മെർജ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പനിയായിട്ട് മാറും. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്വിസിഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് കൊടുക്കാൻ പറ്റില്ല സിമെക്സ് എന്ന് പറയുന്ന ഒരു സിമെന്റ് കമ്പനിയാണ്. സിമെക്സ് ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് സിമെന്റ് കമ്പനിയാണ് സിമെക്സ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ കമ്പനിയാണ് സിമെക്സ് എന്ന് പറയുന്നത്. സിമെക്സ് എപ്പോഴും ചെയ്യുന്നത് എന്താണ്, അക്വിസിഷനാണ്. ഓരോ രാജ്യത്തും പോയിട്ട് അവിടെയുള്ള സിമെന്റ് കമ്പനികളെ അവരെന്ത് ചെയ്യും, അക്വയർ ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് ഒരു ഡെക്കേഡിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ അവർക്ക് അത്ഭുതകരമായ വളർച്ചയാണ് ഉണ്ടായത്. അതിന്റെ റീസൺ എന്തായിരുന്നു, അക്വിസിഷൻ ആയിരുന്നു. അവർ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ഓരോ രാജ്യത്തും പോയിട്ട് അവർ തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്യണം. ഇത് അവരങ്ങനെയല്ലേ ചെയ്യുന്നത്. നിലവിൽ എക്സിസ്റ്റിങ്ങിലുള്ള അത്യാവശ്യം മാർക്കറ്റൊക്കെ ഉള്ള സിമെന്റ് കമ്പനിയെ അവർ പോയിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കും. എന്നിട്ട് ബ്രാൻഡിന്റെ പേരൊക്കെ മാറ്റി സിമെക്സ് ആക്കിയാണ്ട് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കും. അങ്ങനെ അവരെന്ത് ചെയ്തു, ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് സിമെന്റ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് എന്ത് ചെയ്തു, മാറി. സോ ഇതാണ് നമുക്ക് അക്വിസിഷനെ പറ്റി പറയാനുള്ളത്. ഇനി സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും നല്ലത് ഈ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ അക്വിസിഷൻ ആണോ ഏറ്റവും നല്ലത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. രണ്ടും ഏകദേശം ഒരേപോലെ വരിക. കാരണം വേറൊരു കൺട്രിയിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, മാനുഫാക്ചറിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ വിൽക്കുകയാണ്. ഗ്രീൻഫീൽഡ് ആകുമ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അക്വിസിഷൻ ആകുമ്പോൾ അവിടെ ഉള്ളൊരു കമ്പനിയെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റെടുത്താൽ മതി. സോ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും നല്ലത് ഗ്രീൻഫീൽഡ് ആണോ അക്വിസിഷൻ ആണോ എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ചൂസ് ചെയ്യാമെന്നുള്ളത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ട് വെഞ്ചേഴ്സ് ആയാലും അക്വിസിഷൻ ആയാലും ഗ്രീൻഫീൽഡ് ആയി കഴിഞ്ഞാലും അതിന് കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ രണ്ടും ഉണ്ട്. ഗ്രീൻഫീൽഡ് കുറച്ച് സ്ലോ ആണ്, കാരണം നമ്മൾ തന്നെ അവിടെ പോയി എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കണമല്ലോ, അപ്പോൾ കുറച്ച് സ്ലോ ആണ്. പക്ഷെ അക്വിസിഷൻ എന്താണ്, കുറച്ച് സ്പീഡാണ്. കാരണം എന്താ, അവിടെ നിലവിലെല്ലാം സെറ്റപ്പ് ഉണ്ട്, നമ്മൾ പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ അങ്ങനെ ഇവ തമ്മിൽ എന്തുണ്ട്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സോ നമ്മുടെ കമ്പനി നിലനിൽക്കുന്ന സാഹചര്യം ഏതാണ്, നമ്മുടെ സർക്കംസ്റ്റാൻസസ് എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ കമ്പനി എങ്ങനെയുള്ള കമ്പനിയാണ്, മാർക്കറ്റ് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് കമ്പനീസ് എന്ത് ചെയ്യാറുള്ളത്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ അതോ അക്വിസിഷൻ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യാറുള്ളത്, തീരുമാനം എടുക്കാറുള്ളത്. സോ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എപ്പോഴാണ് നോർമലി ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് ടെക്നിക്കലായിട്ട് അതേപോലെ മാനേജ്മെന്റ് സ്കിൽസിലും കോർ കോമ്പിറ്റൻസിയിലും കുറച്ചൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ടെക്നിക്കലായിട്ടും മാനേജ്മെന്റ് സ്കില്ലായാലും കോർ കോമ്പറ്റൻസിയിലൊക്കെ എന്തുണ്ട്, കുറച്ചൊരു മെച്ചമുള്ള കമ്പനിയാണ്, ഒരു നല്ല കമ്പനിയാണ്. അതേപോലെ തന്നെ അവർക്ക് അറിയാം അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്ന കൺട്രിയിലെ കൾച്ചറിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചൊക്കെ അവർക്ക് അറിയാം. സോ അങ്ങനെയുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്താൽ മതി, ഗ്രീൻഫീൽഡ് ചെയ്താൽ മതി. കാരണം അവർക്ക് ബിസിനസ് ചെയ്യാൻ പോകുന്ന കമ്പനിയെ കുറിച്ച് എല്ലാം അറിയാം. അവർ ടെക്നോളജിക്കലി ഹയർ ആയിട്ടുള്ള കമ്പനിയാണ്, അവർക്ക് നല്ല മാനേജ്മെന്റ് സ്കില്ലുണ്ട്, അവരുടെ സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് കമ്പനികളെക്കാളും കൂടുതൽ എന്തുണ്ട്, അവർക്ക് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്താൽ മതി, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒരു മാർക്കറ്റിൽ എൻ്റർ ചെയ്യാണ്, ഒരു ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാണ്. ആ സമയത്ത് അവിടെ എന്തില്ല, എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ല, നിലവിൽ കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിയിട്ട് ആരും ഇല്ല. അതേപോലെ തന്നെ ആ മാർക്കറ്റിന് വലിയ പൊട്ടൻഷ്യലും ഇല്ല, വലിയൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവും എന്നുള്ളൊരു പൊട്ടൻഷ്യലൊന്നും നമ്മൾ നിലവിൽ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എങ്കിൽ അത്തരം മാർക്കറ്റുകളിൽ നമ്മൾ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് പോയാൽ മതി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് സ്ലോ ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്ലോ ആണ്. പക്ഷേ ആ കമ്പനി എന്ന് പറയുന്നത്, ഗ്രീൻഫീൽഡ് തിരഞ്ഞെടുക്കുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തുണ്ടാവും, ടെക്നോളജിയിലും അതേപോലെ തന്നെ മാനേജ്മെന്റിലൊക്കെ നല്ല സ്കില്ലുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഫിസിക്കൽ അതേപോലെ ഫിനാൻഷ്യൽ ഹ്യൂമൻ റിസോഴ്സ് അസറ്റുകൾ, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയീസ്, അതേപോലെ നല്ല അവരുടെ സ്വന്തം ഫൈനാൻസ്, അവരുടെ ഫിസിക്കലായിട്ടുള്ള അസറ്റ്സ്, ഇതൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ ലാഭം ഉണ്ടാക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ അവിടെ നിലവിൽ കോമ്പറ്റീറ്റർ ഒന്നും ഇല്ല, അവർക്ക് സ്ലോ ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. നിലവിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, കോമ്പറ്റീഷനൊന്നും ഇല്ല. അപ്പോൾ സ്ലോ ആയിട്ട് അവരുടെ തന്നെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പതിയെ എന്ത് ചെയ്യാം, ഗ്രോത്ത് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്താൽ മതി, ചൂസ് ചെയ്താൽ മതി. സോ ഇനി നമ്മൾ എപ്പോഴാണ് അക്വിസിഷൻ ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്വിസിഷൻ എപ്പോഴാണ് നമ്മൾ
ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഫേം എന്ത് ചെയ്യാണ്, ഒരു മാർക്കറ്റിൽ, ഒരു ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ആണ്. എങ്ങനത്തെ ഫോറിൻ മാർക്കറ്റാണ്? അവിടെ ഓൾറെഡി നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേംസ് ഉണ്ട്. അതായത് ആ സെയിം മാർക്കറ്റിൽ നമ്മുടെ സെയിം സെക്ടറിൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേംസ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ്, ഇന്റർനാഷണൽ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ആ നമ്മുടെ ഫേമിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെല്ലാം ആ മാർക്കറ്റിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാനും എന്തുണ്ട്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അവരവിടേക്ക് വരാനും വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. സോ അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ബെറ്റർ ഏതാണ്? അക്വിസിഷൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അക്വിസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് നമ്മളെ ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളവിടെ ഗ്രീൻ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ആയിരിക്കും, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ സമയം എടുക്കും. അപ്പോൾ അതിന് നമ്മളെ ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വരും. പിന്നെ നമുക്ക് അവിടെ ഒരു വലിയ സ്കോപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും ബെറ്റർ ഏതാണ്? അക്വിസിഷൻ ആണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്വിസിഷൻ ചൂസ് ചെയ്യാനുള്ള അടുത്ത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി, അതായത് ഒരു ഫോറിൻ കമ്പനി ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന മാർക്കറ്റിലുള്ള കമ്പനി, ആ കമ്പനിക്ക് നല്ല സ്ട്രാറ്റജിക് അസറ്റ് ഉണ്ട്. അതേപോലെ ആ കമ്പനിയുടെ ബ്രാൻഡ്, ആ കമ്പനിക്ക് നല്ല ബ്രാൻഡ് ലോയൽറ്റി ഉണ്ട്. ആ ബ്രാൻഡ് മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, നല്ല ബ്രാൻഡ് ലോയൽറ്റി ഉണ്ട്. അതേപോലെ ആ കമ്പനിക്ക് കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ആ കമ്പനി ഓൺ ചെയ്യുന്ന ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ പാറ്റന്റ് ഉണ്ട്. നല്ല വെൽ പ്രൊഡക്ഷൻ സിസ്റ്റവും വെൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല കമ്പനിയാണ് ആ ഒരു ഫോറിൻ മാർക്കറ്റിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്താൽ മതി, അക്വയർ ചെയ്താൽ മതി. കാരണം വെച്ചാൽ അവർക്ക് നിലവിൽ മാർക്കറ്റിൽ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. നമ്മൾ അവരെ അക്വയർ ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി. നമ്മൾ ഗ്രീൻ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിന്ന് തുടങ്ങണം. നമ്മളെ കുറിച്ച് ആർക്കും അറിയില്ല. നമ്മൾ കുറച്ച് സെയിൽ ഉണ്ടാക്കി നല്ല ഗുഡ്വില്ലൊക്കെ ഉണ്ടാക്കി ലോയൽ കസ്റ്റമേഴ്സിനെ വളർത്തിയെടുത്ത് നല്ല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളർത്തിയെടുത്തിട്ടൊക്കെ വേണം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ, ഗ്രോ ചെയ്യാൻ. പക്ഷേ ഇതെല്ലാം സ്വന്തമായിട്ടുള്ളൊരു ഫോറിൻ മാർക്കറ്റിൽ ഒരു കമ്പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടേതായില്ലേ. സോ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എന്ത് ചൂസ് ചെയ്യാം, അക്വിസിഷൻ എന്നുള്ള ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെർജർ ആയി കഴിഞ്ഞാലും അക്വിസിഷൻ ആയി കഴിഞ്ഞാലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ, മെർജറും അക്വിസിഷനും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഗ്രീൻ ഫീൽഡിനേക്കാൾ നമുക്ക് എന്താണ്, ക്വിക്കാണ്, കുറച്ചുകൂടെ സ്പീഡാണ്. അതുകൊണ്ട് തന്നെ ഫേംസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണ്, ഇങ്ങനത്തെ അക്വിസിഷനൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ബിസിനസ്, നമുക്ക് പെട്ടെന്ന് തന്നെ ലാഭം ഉണ്ടാക്കി തുടങ്ങാം. മറ്റേ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് കുറെ ചെയ്യണം, എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. മറ്റേത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് റിട്ടേൺ വന്നുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഫേംസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏതിനാണ്, അക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അവിടെ അക്വയർ ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഇല്ലാത്ത സമയത്താണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഫോറിൻ മാർക്കറ്റിൽ എൻറ്റർ ചെയ്യാനുള്ള 7th സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി 8th സ്ട്രാറ്റജി അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതാണ്, സ്ട്രാറ്റജിക് അലയൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന സ്ട്രാറ്റജി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ജോയിന്റ് വെഞ്ചറിൽ നമ്മൾ എന്താ പറഞ്ഞത്, 2 പാർട്ട്നേഴ്സ് അവരെന്ത് ചെയ്യും, ഒരു പുതിയ പ്രൊജക്ടിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു പുതിയ പ്രൊജക്ടിലോട്ട് 2 പാർട്ട്നേഴ്സ്, 2 അതിലധികമോ പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ പ്രൊജക്ട് ഉണ്ടാക്കി കൊണ്ടുവരും. അതായിരുന്നു എന്ത് എന്ന് പറയുന്നത്, ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജോയിന്റ് വെഞ്ചറും സ്ട്രാറ്റജിക് അലയൻസും ഒന്നാണോ എന്നിങ്ങനെ ഭയങ്കര സംശയം ഉണ്ടാവും കേട്ടോ. സോ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിന്റ് വെഞ്ചറിന്റെ ലിമിറ്റിനേക്കാൾ കൂടുതൽ 2 കമ്പനീസ് ഒരുമിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്യുക, അവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ മൊത്തം റിസോഴ്സിനൊക്കെ പൂൾ ചെയ്ത് അവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സ്ട്രാറ്റജിക് അലയൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നു. അതായത് ഒരു അലയൻസിൽ ഒരു പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പെർട്ടിക്കുലർ സ്കില്ലോ റിസോഴ്സൊക്കെ എന്ത് ചെയ്യും, കൊണ്ടുവരും. അതായത് ഒരാൾക്കില്ലാത്ത മറ്റൊരാൾക്ക് ഉണ്ടാവും. സോ 2 ആളും കോംപ്ലിമെന്ററി ആയിട്ട് മൊത്തമായിട്ട് കൊണ്ടുവരും. അതായത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് എന്ത് കിട്ടും, നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഞാൻ റഷീദ് സാറുമായിട്ട് സ്ട്രാറ്റജിക് അലയൻസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിക്കുള്ള മെച്ചങ്ങൾ കൊണ്ട് റഷീദ് സാറിന്റെ കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടും, റഷീദ് സാറിന്റെ മെച്ചം കൊണ്ട് എൻ്റെ കമ്പനിക്ക് എന്ത് കിട്ടും, ബെനിഫിറ്റ് കിട്ടും. അതാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണമായിട്ട് ഒന്ന് നോക്കാം, 2 ഉദാഹരണങ്ങൾ നോക്കാം. ആപ്പിൾ ഉണ്ട്.
ആപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഇലക്ട്രോണിക് രംഗത്ത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ രംഗത്തൊക്കെ വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ലോകത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത്. സോ ഈ ആപ്പിളും മാസ്റ്റർ കാർഡും തമ്മിൽ എന്തുണ്ടായിരുന്നു? ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടായിരുന്നു അവർ തമ്മിൽ. സോ ആപ്പിളിന് എന്ത് ചെയ്യാം, മറ്റേ ആപ്പിളിന്റെ മെർച്ചന്റ് സർവീസിലും പ്രോസസ്സിങ്ങിലൊക്കെ കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പിൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് കാർഡിന്റെ ലോകത്തിലെ ഏറ്റവും 2ാമത്തെ വലിയ കമ്പനി ആയിട്ടുള്ള മാസ്റ്റർ കാർഡുമായിട്ട് എന്ത് ചെയ്തു, അലയൻസിലായിരുന്നു. സോ മാസ്റ്റർ കാർഡിന് എന്ത് കിട്ടി? ആപ്പിൾ മുഖാന്തരം കുറെ ബിസിനസ് കിട്ടി, ആപ്പിളിന് മാസ്റ്റർ കാർഡ് മുഖാന്തരം കുറെ ബിസിനസ് കിട്ടി. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാൻ അങ്ങോട്ടൊന്നും പോകണ്ട, ദൂരെ സ്ഥലത്തോട്ടൊന്നും പോകണ്ട, നമ്മൾ കേൾക്കുന്ന നിങ്ങൾ അഡ്വർടൈസ്മെന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആപ്പിളിന്റെ തന്നെ ഇപ്പോഴത്തെ അഡ്വർടൈസ്മെന്റിൽ ജിയോയുമായിട്ടൊരു അലയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് ആപ്പിൾ ഫോൺ എടുക്കുമ്പോൾ ജിയോ സിം എടുത്തു കഴിഞ്ഞാൽ, ഒരു പുതിയ ബ്രാൻഡ് ന്യൂ ആപ്പിൾ ഡിവൈസ് വാങ്ങുമ്പോൾ ജിയോ സിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ബെനിഫിറ്റ്, ഇത്ര GB ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ടുണ്ടാവും. ആപ്പിളിന്റെ മാത്രമല്ല സാംസങ്ങിന്റെ ഉണ്ടാവാറുണ്ട്. സാംസങ് VIയുമായിട്ട് എയർടെലുമായിട്ട് ഇവർ തമ്മിലൊരു അലയൻസ്, ഇവർ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. സോ ആപ്പിളും ജിയോയും കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്താ, സോ ആപ്പിൾ എടുക്കുന്ന ആൾക്കാർ അപ്പോൾ ജിയോ സിമ്മിന്റെ കണക്ഷൻ എടുക്കും. ജിയോക്ക് അവിടെ സെയിൽസായി, ആപ്പിളിനും സെയിൽസായി. ഇനിയിപ്പോൾ ആൾക്കാർ വിചാരിക്കുകയാണ് ആപ്പിൾ വാങ്ങിക്കുന്ന സമയത്ത് ജിയോ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര GB കിട്ടുമല്ലോ, ജിയോ സിം എടുക്കും. സോ നമുക്ക് എന്താണ്, അവിടെ ആപ്പിളും ജിയോയും കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫർ കാണുമ്പോൾ പറയും ജിയോയുടെ ഇത്ര GB നിങ്ങൾക്ക് ഇത്ര പ്രൈസിന് ആപ്പിൾ ഫോണിന്റെ കൂടെ ലഭിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ വിലക്ക് കുറച്ചൊരു ഡിസ്കൗണ്ട് ആപ്പിളിന്റെ ഫോണിന് കിട്ടുന്നുണ്ട്, വാങ്ങിക്കാം. സോ രണ്ടാൾക്കാരുടെയും ബെനിഫിറ്റ് കൊണ്ട് രണ്ടാൾക്കാർക്കും എന്ത് കിട്ടുന്നുണ്ട്, ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സ്ട്രാറ്റജിക് അലയൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഒരു സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറെന്റ് ഫേംസ് തമ്മിൽ ഒരു കോപ്പറേറ്റീവ് അഗ്രിമെന്റ്, അവർ തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം എന്നുള്ള ഒരു അഗ്രിമെന്റ് ആണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ സ്ട്രാറ്റജിക് അലയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു എൻട്രി സ്ട്രാറ്റജി എന്നുള്ളതിന്റെ പുറമെ, ഒരു ബിസിനസ് എൻട്രി സ്ട്രാറ്റജി ആണല്ലോ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് എൻട്രി സ്ട്രാറ്റജി എന്നുള്ളതിന്റെ പുറമെ ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി ആയിക്കൊണ്ടാണ് ഇപ്പോഴത്തെ കമ്പനീസ് എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രാറ്റജിക് അലയൻസിനെ എന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യുന്നത്. ഒരു എൻട്രി സ്ട്രാറ്റജിയാണ് ഓക്കെ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി ആയിക്കൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, കമ്പനീസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതായത് കമ്പനീസിന് അവരുടെ റിസോഴ്സ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും അതേപോലെ തന്നെ റിസോഴ്സുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ ചെലവാക്കുന്നത്, അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ അവോയ്ഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ എഫേർട്ടിന്റെ ഒക്കെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് കമ്പനീസ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് അലയൻസിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ചില കമ്പനീസ്, അതായത് ചില സെക്ടറിലുള്ള ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ള കമ്പനീസ്, കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസ്, ന്യൂക്ലിയർ ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസ്, ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസ്, ഇവരൊക്കെയാണ് മേജറായിട്ട് എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റജിക് അലയൻസിൽ എന്ത് ചെയ്യുന്നത്, അവർ ഏർപ്പെടുന്നത്. അത് തന്നെ നമ്മുടെ ഹൈ ഫിക്സഡ് കോസ്റ്റ് ഉള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയയിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റജിക് അലയൻസസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ പറയുമ്പോൾ റിസർച്ച് ആൻഡ് R&D ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റ്, പക്ഷെ കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ പൈസ വേണ്ട ഡിപ്പാർട്ട്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഡിപ്പാർട്ട്മെന്റ് എന്താണ്, R&D ഡിപ്പാർട്ട്മെന്റാണ്. കാരണം ഇപ്പോഴത്തെ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വേൾഡിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ കമ്പനീസിനെല്ലാം അപ് ടു ഡേറ്റ് ആവണം, പുതിയ ടെക്നോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനീസും R&Dയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള 8 ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഉള്ളത്. അതായത് ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ് ഫേമിന് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള 8 എൻട്രി സ്ട്രാറ്റജീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലൈസൻസിങ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസിങ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഹോളി ഓൺഡ് സബ്സിഡറി, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ജോയിന്റ് വെഞ്ചർ, സിക്സ്ത് വൺ എന്ന് പറയുന്നത് FDI, സെവൻത്ത് വൺ എന്ന് പറയുന്നത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എയ്ത്ത് വൺ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അലയൻസ്.
സോ നമുക്ക് ഈ അലയൻസിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്